ഹായ്, ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ട കാര്യമില്ലാത്തൊരു വീഡിയോ ആണ്. എന്നാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മാജി 000 പിന്നെ നാഫില, ഇവര് രണ്ടുപേരുടെ ഫേക്ക് അക്കൗണ്ട് ആണ് എന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും ഒരു കമന്റ് ഞാൻ ഒരു വീഡിയോയുടെ താഴെ കണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു പാവപ്പെട്ട ഉമ്മയെ പോലെ തന്നെ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് മക്കളെ വളർത്താൻ തീരെ പറ്റാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും വലിയ കടബാധ്യതയൊക്കെ വന്ന് ഒരു വീട് വിറ്റ ഒരു ഉമ്മയുണ്ട്. അപ്പൊ ആ ഉമ്മയുടെ ഒരു വിഷയമായിട്ട് ഒരു ചാരിറ്റി പ്രവർത്തക അതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് എന്തായാലും ഒരാഴ്ച കൊണ്ട് തന്നെ 10 ലക്ഷം രൂപയൊക്കെ സമാഹരിച്ചു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോയുടെ താഴെ നമ്മളെ നാഫിലയും നമ്മുടെ മാജി 000 ഒക്കെ കൂടി കിടന്ന് അങ്ങ് അട്ടഹസിക്കുന്ന കുറെ കമന്റുകൾ ഞാൻ കണ്ടു. അപ്പൊ ആ കമന്റുകൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ബീനിത്ത, അവിടെ ഇത്താന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് അവർ മറന്നില്ല. അതുകൊണ്ട് തന്നെ അവരെന്റെ പെങ്ങന്മാര് തന്നെയാണ്. അപ്പൊ ഈ പെങ്ങന്മാർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാല് നമ്മള് ഇപ്പൊ നേരിട്ട് പോയി അവരുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവര് നമ്മളെ വീഡിയോ കാണുന്നുണ്ട്, നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളെ പലയിടത്തും നമ്മളെ മെൻഷൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അവരോട് പറയാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ പൊതുവായിട്ട് പറയണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് നമ്മളെ നാഫില പറയുന്ന ഒരു കാര്യം, ബീനിത്ത നാളെ തന്നെ വീഡിയോയുമായിട്ട് വരും അസൂയ കൊണ്ട് എന്ന്. അല്ല, എനിക്ക് മറ്റുള്ള ആൾക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ബീനിത്ത ചെയ്യുന്ന വീഡിയോയിൽ എവിടെയാണ് നിങ്ങൾ ഈ അസൂയ കണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചില പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ ചില കള്ളത്തരങ്ങൾ ഇതിങ്ങനെയല്ലേ, അങ്ങനെയാണോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇവിടെ എവിടെയാണ് ഞാൻ മറ്റൊരാള് ഇവരെ സഹായിക്കാൻ ശ്രമിക്കുന്നിടത്ത് അവരുടെ പോക്കറ്റിൽ പോയി ഞാൻ കെട്ടിട്ടത്, അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിൽ പോയി ഞാൻ എവിടെയാണ് പൂട്ടിയത് എന്നുള്ളത് എനിക്കറിയില്ല. ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ തുനിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇനി ആര് തടഞ്ഞാലും അവരെ ആർക്കും തന്നെ തടയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സഹായിക്കുക തന്നെ ചെയ്യും, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. പക്ഷെ അവര് സഹായത്തിന് അർഹരാണോ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. ഇവിടെ അതിന്റെ താഴെ നമ്മുടെ മാജി 000 പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അവർ നമ്മളോട് ചോദിക്കട്ടെ, ഞങ്ങൾ കൊടുക്കാമെന്ന്. പൊന്നു സഹോദരി, ബീൻ ഫാമിലിക്ക് സഹായം ചെയ്യാനും മാത്രമുള്ള വരുമാനമൊക്കെ താങ്കൾക്കുണ്ടോ? അതെനിക്ക് മനസ്സിലായില്ല. എന്തായാലും താങ്കൾക്ക് അങ്ങനെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ ബീൻ ഫാമിലിക്ക് അത് ആവശ്യമില്ല. ബീൻ ഫാമിലി ഏതെങ്കിലും ഒരു കാലത്ത് ആരോഗ്യം നഷ്ടപ്പെട്ട് സ്വന്തം മക്കളാൽ സംരക്ഷിക്കപ്പെടാത്ത, എന്റെ മക്കള് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള, അതായത് എന്റെ മൂത്ത മോൾക്ക് 15 വയസ്സായി. എന്റെ മോൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതായത് ആരോഗ്യമുള്ള കാലത്തോളം പണിയെടുത്ത് ജീവിക്കാൻ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാന്ന്. അതുകൊണ്ട് തന്നെ അവളും ഏത് രീതിയിൽ എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാൻ പ്രാപ്തിയുള്ള ഒരു കുട്ടിയാണ്. 15 വയസ്സിലൊക്കെ ഞാനൊക്കെ ജോലി ചെയ്തു തുടങ്ങിയ ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ എന്റെ മക്കളും എന്നെ കണ്ടാണ് വളരുന്നത്. അതുകൊണ്ട് അവരെവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് അങ്ങോട്ട് ജീവിക്കും. എനിക്ക് ആരോഗ്യമില്ലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്റെ മകൾ എന്നെ സംരക്ഷിച്ചോളും. എന്റെ മോനും 13 വയസ്സായി. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്ന് ഗ്ലാസ് കഴുകാൻ വേണ്ടിയിട്ട് നിന്നാലും നല്ല വരുമാനമുണ്ട്. ഒരു നേരത്തെ അന്നം എനിക്ക് തരാൻ, എനിക്കും എന്റെ ഭർത്താവിനും തരാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ട് സാധിക്കും. അപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ആരോഗ്യമില്ലാത്ത ഒരവസ്ഥ വരുന്ന സമയത്ത് എന്റെ മക്കളൊക്കെ എന്നെ ഉപേക്ഷിച്ച് ഞാൻ എന്തെങ്കിലും തെരുവോരങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് യാചിച്ചിരിക്കുന്നത് നീ കണ്ടാൽ നീ എനിക്ക് സഹായം വെച്ച് നീട്ടുക. അല്ലാത്ത പക്ഷം നിന്റെ സഹായം കൊണ്ടുപോയി ഈ 6 മക്കളുടെ ഉമ്മയ്ക്കും നിന്റെ പാവപ്പെട്ട ഉമ്മയ്ക്കും കൊണ്ടുവന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. എന്തായാലും ഈ 6 മക്കളുടെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചാരിറ്റി പ്രവർത്തക ഇറങ്ങി പ്രയത്നിച്ചതിന്റെ ഫലമായി ഒരാഴ്ച കൊണ്ട് 10 ലക്ഷം രൂപ വരെ സമാഹരിച്ചു. നല്ല കാര്യം. അവരെന്തൊക്കെയോ ന്യായീകരണങ്ങളും ഒക്കെ പറഞ്ഞ് ആ കേസ് അവിടെ ക്ലോസ് ചെയ്തതായിട്ട് കണ്ടു. എന്തുകൊണ്ടാണ് എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നല്ല കാര്യം. ആ ഒരു 10 ലക്ഷം രൂപ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവരുടെ
1 വർഷത്തിന് മുമ്പുള്ള ഒരു വീഡിയോയെ കുറിച്ച് ഇവർക്കെതിരെ ഞാൻ ഒരു വീഡിയോ, ഇവർക്കെതിരെയല്ല, ചില കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ അതിന്റെ താഴെ നമ്മളെ ഷെമി പൊന്ന അങ്ങനെ ഒരു 3-4 പേര് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമന്റിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് ഇവരൊരു 1 വർഷത്തിന് മുമ്പ് എന്തോ ഒരു കിച്ചൺ, മലബാർ കിച്ചൺ എന്നോ അങ്ങനെ എന്തോ ഒരു കിച്ചന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കിച്ചൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ഈ ഭാര്യയും ഭർത്താവും പോയിട്ടുണ്ടായിരുന്നു. അന്നും ഇവർ കരഞ്ഞ് നിലവിളിച്ച് കുറെ അധികം കഷ്ടപ്പാടുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കഷ്ടപ്പാടിന്റെ ഒക്കെ ഫലമായി തന്നെ അന്ന് ഇവർക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അന്ന് ആ ഒരു സഹായം അവർ ചോദിച്ചതും ഇതുപോലുള്ള ബുദ്ധിമുട്ടും ദാരിദ്ര്യവും കടവും ഒക്കെ പറഞ്ഞിട്ടാണ് എന്നുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും വന്നത് എന്റെ വീട് ജപ്തി ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ ഇവർ പറയുന്നത് ഇവരുടെ മകളുടെ ഒക്കെ എന്തൊക്കെയോ അസുഖവും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവര് കടക്കാരായത് എന്ന്. അപ്പൊ ഒരേ കാര്യത്തിന് 2 സമയം 2 രീതിയിൽ ഇവർ മാറ്റി മറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് എപ്പോഴും ഈ ഒരു നീരസം തോന്നുന്നത് എവിടെയാണെന്നറിയാമോ? നമുക്കിപ്പോ ഒരു കടബാധ്യത ഉണ്ടാകുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നിയന്ത്രണം ഇല്ലാത്ത ജീവിതം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആഡംബരമായിട്ടുള്ള ഒരു രീതി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സംയോജിതമായി ചിന്തിച്ച് പ്രവർത്തിക്കാത്തതിന്റെ ഒരു ഫലമായിട്ടോ ഒക്കെ നമുക്ക് കടബാധ്യത ഉണ്ടാവുക എന്നുള്ളത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അവിടെ എന്നെ ചൊടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു നല്ല ആരോഗ്യമുള്ള ഒരു മക്കളുണ്ടായാലും ഈ മക്കളെ എടുത്ത് ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് ഈ മക്കളെ വളർത്താൻ നിവൃത്തിയില്ല, അല്ലെങ്കിൽ ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പിരിവ് നടത്തുന്നത് എന്ന് പറയുന്നിടത്താണ് ഞാൻ എന്റെ അരിശം വീഡിയോകളിലൂടെ ഞാൻ കാണിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത്രയും ആരോഗ്യമുള്ള മക്കളെ തന്നിരിക്കുന്നതിന് പോലും ഒരു അർത്ഥമില്ലാത്ത രീതിയിൽ മക്കളെ ഒരു രോഗികളാക്കി അല്ലെങ്കിൽ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ ബുദ്ധിയില്ലായ്മയെ ആ മക്കൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ അധ്വാനം പിടിച്ചെടുക്കുന്നതിനോടാണ് ഞാൻ എന്റെ നീരസം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതിനെ അസൂയയായും കുശുമ്പുമായിട്ടും ഒക്കെ താരതമ്യം ചെയ്യുന്നവരെ എനിക്ക് ഒന്നും തന്നെ എനിക്ക് പറയാനില്ല. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രത്യേകത ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മുടെ ശരണ്യ എന്ന് പറയുന്ന ഒരു സിനിമ ആക്ടർ ക്യാൻസർ വന്നിട്ട് ഒരു ചികിത്സയും കാര്യമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പിരിവും കാര്യമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായി വരുന്നുണ്ടായിരുന്നില്ല. കുറെ ഫിലിം ആക്ട്രസും കുറെ സീരിയൽ നടന്മാരൊക്കെ സഹായിച്ചു കൊടുത്തു. കുറെ കീമോ ഒക്കെ ആ കുട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ അതുകൊണ്ടൊന്നും ഒരു കാര്യങ്ങള് ലെവലായിട്ട് പോവാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കുട്ടിയോട് ഈ സിനിമ ആക്ടർമാരും ഈ സീരിയൽ നടിമാരൊക്കെ പറഞ്ഞ ഒരു കാര്യം, മോളെ നീ ഒരു കാര്യം ചെയ്യും, നീ യൂട്യൂബ് തുടങ്ങ്, അതിൽ നിന്ന് നിനക്കൊരു ഇൻകം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ജീവിത കഥകളും ആ കുട്ടിയുടെ ലൈഫും ഒക്കെ കാണിച്ചുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആയി. അതിൽ നിന്നും ഒരു ഇൻകം ഒക്കെ ആ കുട്ടിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ അമ്മയും മോളും അല്ലലില്ലാതെ ഇങ്ങനെ ജീവിച്ചു വരുന്നുണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ടും അവർക്ക് ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഓരോ തവണ വീണ്ടും കീമോയ്ക്ക് പോകുന്ന സമയത്ത് ഈ കുട്ടി മറ്റുള്ളവരോട് യാചിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ആ കുട്ടിക്ക് പോലും ഒരു നോർമലായിട്ട് ഒരു പിരിവ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മളെ മിനി ലൈഫ് വിത്ത് ജേണി എന്ന് പറയുന്ന ആ ചാനലിൽ മിനി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് പിന്നെ ഈ പണിയെടുക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്, പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് വയ്യാത്തവര്, അധ്വാനിച്ച് ജീവിക്കുന്നവന്റെ പാത്രത്തിന്റെ അകത്ത് കൈയിട്ട് എനിക്ക് വീട് വേണം, എനിക്ക് പിന്നെ സ്വത്ത് വേണം, എനിക്ക് ചക്കക്കറി വേണം, എനിക്ക് ബിരിയാണി വേണം, എനിക്ക് മാളിൽ പോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് മറ്റുള്ളവന്റെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് തിന്നുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്കെതിരെ മിനി ഇപ്പൊ ഒരു 2-3 ദിവസമായിട്ട് വീഡിയോ ഇടുന്നതിന്റെ താഴെ, ഇന്ന് അവരിട്ടേക്കുന്ന വീഡിയോയുടെ താഴെ ഒരു സഹോദരി ഇട്ടിരിക്കുന്നത്, അച്ഛനും അമ്മയും മരണപ്പെട്ട ഒരു മോള്, കിഡ്നിക്ക് പ്രശ്നമുള്ള ഒരു മോള്, അവളുടെ അച്ഛന്റെ അമ്മയുടെ കൂടെയാണ് ആ കുട്ടി താമസിക്കുന്നത്. പക്ഷെ ആ കുട്ടി സഹായത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ചോദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പോലും
അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരുന്നിട്ടും അവരെ ഒന്നും കണ്ടെത്താനോ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സഹായം ചെയ്യുവാനോ സാധിക്കുന്നില്ല, ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലെ ഒരു വരുമാനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചാനൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് വന്ന് ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്രയും ഇപ്പോ ഞാൻ ഈ സനു റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ചാനലും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആ കുട്ടിയുടെ ലൈവിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കണം സനുവിന് എത്ര മാസമായി സ്ഥിരമായിട്ട് ഇൻകം കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. അവൾ ഉത്തരം പറയും. അവൾക്ക് ജനുവരി മുതൽ ഇൻകം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലും അവൾ ഇൻകം വാങ്ങിച്ചു. ഈ മാസത്തെ പൈസക്ക് വേണ്ടിയിട്ട് അവൾ കാത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആ കുട്ടിയുടെ ഈ സനു റിയാക്ഷൻ എന്ന് പറയുന്ന അവളുടെ ചാനൽ ഒന്ന് എടുത്തു നോക്കുക. അവൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ളത്. അവളുടെ വീഡിയോസ് എടുത്തു നോക്കുക. അവൾക്ക് എത്ര വ്യൂവേഴ്സ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച്. പിന്നെ നമുക്കറിയാം ലൈവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് വളരെ തുച്ഛമായ റേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. ഒരു ലൈവ് നടത്തി 1 മണിക്കൂറൊക്കെ കിടന്ന് വായിട്ട് അലച്ചു കഴിഞ്ഞാലും അതിൽ നിന്ന് കിട്ടുന്നത് വളരെ ചില്ലറ പൈസയാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ അങ്ങനെ കിട്ടിയിട്ട് പോലും ആ കുട്ടി എല്ലാ മാസവും ഇൻകം വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു കഠിനാധ്വാനം ചെയ്ത് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവിടെ വന്നിട്ടും ഇരക്കുകയാണ്. എന്ത് കാണിച്ചുകൊണ്ട്? സ്വന്തം മക്കളെ കാണിച്ചുകൊണ്ട്. അതേസമയം അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ഇട്ട് ഇവിടെ നിന്ന് ആ ഒരു ഇൻകം ഉണ്ടാക്കിയെടുത്ത് സ്വന്തമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരുമാന മാർഗം ഉണ്ടാക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം യൂട്യൂബിൽ നിന്ന് ഇത്ര വരുമാനമേ കിട്ടൂ, അതിൽ നിന്നും അതിനേക്കാൾ കൂടുതൽ ഇൻകം കിട്ടാനായിട്ട് സ്വന്തം മക്കളെ കാണിച്ചുകൊണ്ട് വരുമാനം നേടുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പിന്നെ അജണ്ട എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളെ പാവപ്പെട്ട ഉമ്മ ഒരുപാട് സ്ഥലത്ത് പിന്നെ ദാരിദ്ര്യം പറഞ്ഞ് അവസാനം അവരൊരു വീട് സംഘടിപ്പിച്ചത് കൊണ്ട് അസൂയാണ് എന്നാണ് ഇവർ പറയുന്നത്. ആർക്കൊക്കെയോ അസൂയ ഉണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെയും തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഈ നിമിഷം, ഞാൻ ഇപ്പോൾ നിങ്ങളടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം പോലും ഞാൻ വലിച്ചെടുക്കുന്ന ശ്വാസം എനിക്ക് തിരിച്ചു വിടാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ ഇവിടെ അങ്ങ് വീണു പോവുകയാണ് ചെയ്യുന്നത്. എനിക്കൊരു 6 അടി മണ്ണിന്റെ ആവശ്യമേ ഉള്ളൂ. അസൂയപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി എത്ര വലിയ കൊട്ടാരം ഉണ്ടാക്കിയാലും ഞാൻ അസൂയപ്പെട്ടിട്ട് വീണ് ശ്വാസം എടുക്കാൻ പറ്റാതെ കിടക്കുമ്പോൾ എനിക്ക് വെറും 6 അടി മണ്ണിന്റെ ആവശ്യമേ ഉള്ളൂ. അതുപോലും ഒരു 5, 6, 1 വർഷമോ കഴിഞ്ഞു കഴിഞ്ഞാല് അതിൽ വീണ്ടും വേറൊരു ശവം കൊണ്ടുവന്ന് ഇടും. അപ്പൊ അത്ര പോലും നമുക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല സ്വന്തമായിട്ട്. ഇത് നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം മറ്റുള്ളവന്റെ അന്നത്തിന് കൈനീട്ടി മറ്റുള്ളവന്റെ വിയർപ്പിനെ അപ്പമായി ഭക്ഷിച്ചു, ഒരു ഉളുപ്പും ഇല്ലാതെ അപ്പമായി ഭക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കും. ഇത് കണ്ടു വളരുന്ന മക്കളും ഇത് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് വളരുമെന്നുള്ളത് മാത്രമാണ്. പിന്നെ ഈ പാവപ്പെട്ട ഉമ്മയുടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇവരും കുറെ ചാരിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവര് അവിടുന്ന് ഫണ്ട് വരുന്നു, ഇവിടുന്ന് ഫണ്ട് വരുന്നു, മറ്റിടത്തുനിന്ന് ഫണ്ട് വരുന്നു, എല്ലായിടത്തുനിന്ന് ഫണ്ട് വന്നു. ഒരു 5 കുട്ടികളുടെ ചാരിറ്റി ഇവര് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 5 കുട്ടികളുടെ ചാരിറ്റി ചെയ്ത് അതിനുശേഷം ഒരു 25,000 രൂപയുടെ ചാരിറ്റി ചെയ്ത ഒരു 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഇവര് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് 2 ലക്ഷം രൂപയുടെ ഹദിയ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട്. ആ വീഡിയോ ഇവിടെ പോയി? ആ വീഡിയോ ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരുടെ ചാനലിൽ നിന്നും ആ ഒരു വീഡിയോ എടുത്തുകൊണ്ട് തരാൻ വേണ്ടിയിട്ട് പറ്റുമോ? എന്തേ? മുക്കിയല്ലേ? പിടിക്കപ്പെടും എന്ന് മനസ്സിലായപ്പോ ചാനൽ ആ ഒരു വീഡിയോ അങ്ങ് മുക്കി. അത് മാത്രമല്ല, ഞാൻ തെളിവെടുത്തിട്ടില്ലേ, ഞാനൊരു ഫോട്ടോ ലീക്ക് ചെയ്തു, ഇവരുടെ നഗ്ന ഫോട്ടോ റിലീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഞാനിപ്പോ പോലീസിൽ കേസ് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നഗ്ന ഫോട്ടോ എടുത്ത് ഞാൻ റിലീസ് ചെയ്തതുപോലെ എന്റെ പ്രൈവറ്റ് ഫോട്ടോ എടുത്ത് റിലീസ് ചെയ്തു, അതുകൊണ്ട് നിങ്ങളെ ഞാനിപ്പോ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്ന് പറഞ്ഞ് ഞാനൊരു തെളിവെടുത്തിട്ടപ്പോഴത്തേക്കും പേടിച്ച് പതറി അതും ഡിലീറ്റ് ചെയ്തല്ലേ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കളവുകൾ കാണിക്കുന്നവർ എപ്പോഴായാലും കളവ് കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം അവർക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടും ദാരിദ്ര്യങ്ങളും ഒന്നുമില്ല. എന്നെ തെറി വിളിക്കാൻ വേണ്ടി മാത്രമായിട്ട് തുറക്കുന്നത് പോലെ കുറെ വീഡിയോകളൊക്കെ ചെയ്ത് ഇപ്പൊ ഒരു നൈസായി, ഇപ്പൊ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണ്. അപ്പൊ വീണ്ടും തുടങ്ങി ദാരിദ്ര്യം, അപ്പൊ വീണ്ടും തുടങ്ങി
ഇപ്പോ ദാരിദ്ര്യം കുറച്ച് കൂടുതലാവും ഇനി. അതുപോലെ തന്നെ ഇവർക്കും 10 ലക്ഷം രൂപ കിട്ടി, ഇവർക്കിനി ഇവര് വീട് കിട്ടി. ഈ 6 മക്കളുള്ള ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഇനി 10 ലക്ഷം രൂപയല്ല 50 ലക്ഷം രൂപ ആയാലും അവർക്കത് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ നോക്കിക്കോ, ഒരു 6 മാസം കഴിയുമ്പോൾ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞും കൊണ്ട് വീണ്ടും വരും, വീണ്ടും വരും. കാരണം ഇത്തരം ആൾക്കാർക്ക്, അതായത് എന്റെ ഭർത്താവ് എപ്പോഴും പറയും, നീട്ടിയ കൈ ഒരിക്കലും മടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തോന്നൂല. കാരണം ഈ നീട്ടുമ്പോ കിട്ടുന്നത് രുചിച്ച് ശീലിച്ചവർക്ക് ഒരിക്കലും അത് അടച്ചു വെക്കാൻ പറ്റൂല. ആ കൈ അവർക്ക് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അതുകൊണ്ട് തന്നെ ഇനിയും ഇവർ വരും, ഇനിയും ഇവർ വരും. നിങ്ങൾ കൊടുക്കുന്നവര് കൊടുത്തുകൊണ്ടിരിക്കും എന്നുള്ളതല്ലാതെ നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ മക്കൾക്ക് ആര് കൊടുക്കും? നിങ്ങളുടെ ജീവൻ ഒന്ന് നിലച്ചു പോയാൽ നിങ്ങളുടെ മക്കൾക്ക് ആര് കൊടുക്കും? നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കേണ്ട കാര്യങ്ങൾ ഇത്തരക്കാർക്ക് ഇങ്ങനെ വെറുതെ കൊടുക്കും. നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കൂ, അതേ പറയുന്നുള്ളൂ. ഇതുപോലെ ജോലി ചെയ്യാൻ ഈ ഒരു 6 മക്കളുടെ ഉമ്മ എന്ന് പറയുന്ന സ്ത്രീ എന്തോ നഴ്സിംഗിന്റെ കോഴ്സൊക്കെ പഠിച്ച് പാസ്സായി എന്തോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണ്. അവര് ജോലിക്ക് പോകണ്ട എന്ന് അവരുടെ ഭർത്താവ് പറഞ്ഞു. എന്നാൽ മാന്യമായി അങ്ങനെ പറയുന്ന ഒരാൾ എന്ത് ചെയ്യണം? മാന്യമായി ആ ഭാര്യയെ പോറ്റാനുള്ള ഒരു കഴിവുണ്ടാവണം. അതുമില്ല. എനിക്കിതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. എനിക്ക് ഈ ഒരു കഥ കണ്ടു കഴിഞ്ഞപ്പോ തോന്നിയത്, ഭർത്താവിന് ജോലി ചെയ്യാൻ ഇഷ്ടമില്ല, ഭാര്യയെ കൊണ്ട് ജോലിയും ചെയ്യിപ്പിക്കില്ല. ചില ആണുങ്ങളുണ്ട് ഇങ്ങനെ എപ്പോഴും ഭാര്യമാരുടെ കൂടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നടക്കണം, ഭാര്യയും ഒരിടത്തും പോകരുത്, ഇവരും ഒരിടത്തും പോവില്ല, എന്നാൽ ഇവർക്ക് ജീവിക്കാനുള്ള സാമ്പത്തികം കിട്ടുകയും വേണം. അപ്പൊ വളരെ എളുപ്പം കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ദാരിദ്ര്യം പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്നും പറ്റിച്ചെടുക്കുക എന്നുള്ളതാണ്. കൊടുക്കുന്നവർ ഇങ്ങനെ കൊടുത്ത് ഇവരെ വളർത്തിക്കൊണ്ടേയിരിക്കുക, വാങ്ങുന്നവർ ഇങ്ങനെ വാങ്ങിച്ചൊരു നാണവുമില്ലാതെ നക്കിക്കൊണ്ടേയിരിക്കുക. അത്രേ ഉള്ളൂ.